പരിശോധിക്കേണ്ടതാണ്. ഈ റബേക്കയ്ക്ക് എങ്ങനെയാണ്, റബേക്ക എന്ന് പറയണത് ആരാണ്? നമ്മുടെ ഇസഹാക്കിൻ്റെ ഭാര്യയാണ്. അപ്പം റബേക്കയ്ക്ക് എങ്ങനെയാണ് ഇസഹാക്കിന് കിട്ടിയത്? ഒന്ന് അവളുടെ മനസ്സിൻ്റെ പുണ്യം കൊണ്ടാണ്. അത് ആ ഒരു മെത്തേഡ് ഒരു റബേക്ക ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഒരു മെത്തേഡുണ്ട്. അത് സുവിശേഷം വളരെ ആഘോഷമായിട്ടാണ് പ്രഘോഷിക്കുന്നത്. തന്നോട് ഒരു ഉപകാരം ചോദിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞവളെപ്പോലെ അവൾ പെരുമാറും. ഉദാഹരണത്തിന് എബ്രഹാത്തിൻ്റെ ഭൃത്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യജമാനൻ്റെ മകനെ ഒരു ജീവിത പങ്കാളിയെ അന്വേഷിച്ച് അദ്ദേഹത്തെ ഉടമ്പടി ചെയ്തിട്ട് എബ്രഹാം വിടുകയാണ്, തൻ്റെ ജന്മനാട്ടിലോട്ട് വിടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ കൺഫ്യൂഷൻ, അയാൾ ഫസ്റ്റ് ടൈം ഹീസ് ഗോയിങ്, ആദ്യമാണ് ഇയാൾ ആ നാട്ടിലോട്ട് പോണത്. നോ ബഡീസ് വിത്ത് ഹിം എക്സെപ്റ്റ് ഗോഡ്. ദൈവത്തിൻ്റെ ദൂതനല്ലാതെ ആരും ഈ എബ്രഹാത്തിൻ്റെ ഭൃത്യൻ്റെ കൂടെ ഇല്ല. പക്ഷേ അറിയാത്ത രാജ്യത്തിലേക്ക്, അറിയാത്ത ഒരു വിഷയത്തിനായിട്ട് ഒത്തിരിയേറെ റിസ്കുകളും കടമ്പകളും കടന്ന് നിറവേറ്റേണ്ട കാര്യങ്ങൾക്ക് ഈ മനുഷ്യനെ എബ്രഹാം ആശ്രയിച്ച് വിടുകയാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, എബ്രഹാത്തിൻ്റെ ഈ ഭൃത്യൻ എബ്രഹാത്തിൻ്റെ ആശീർവാദത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതാണ് എൻ്റെ വിഷയം. ഭൃത്യൻ എബ്രഹാത്തിൻ്റെ ആശീർവാദത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ എബ്രഹാം ഈ ഭൃത്യനിൽ വിശ്വസിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇവൻ ഞാൻ പറയുന്നത് അക്ഷരം പള്ളിപുള്ളി ഇല്ലാതെ അതിനേക്കാൾ മനോഹരമായിട്ട് അവൻ ചെയ്തു കൊണ്ടുവരും. അല്ലാതെ നമ്മൾ ഒപ്പിച്ചുണ്ടാക്കുക, അങ്ങനെ വല്ലപാടും ഒരു ക്രിയ പോക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, ഷോട്ട് എടുക്കുക, ചെയ്താന്ന് ചോദിച്ചാൽ ചെയ്ത് പൂർത്തിയാക്കി വെച്ചാൽ പൂർത്തിയാക്കി, അങ്ങനെ ഓരോ തരികിട കാണിക്കത്തില്ല. അതാണ് ആ ഭൃത്യന്, എബ്രഹാത്തിന് ആ ഭൃത്യനിലുള്ള വിശ്വാസത്തിന് പ്രധാനപ്പെട്ട കാര്യം. എബ്രഹാത്തിന് ഒത്തിരി ഭൃത്യന്മാരുണ്ട്, പക്ഷെ സെലക്ട് ചെയ്യപ്പെടുന്നത് ഒരാൾ മാത്രമാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, ആശങ്കകൾ. അത് എബ്രഹാത്തിനോട് തന്നെ ചോദിക്കും. ഈ ഇസഹാക്കിൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അങ്ങയുടെ നാട്ടിൽ ചെന്ന് കാണുമ്പോഴേ അവർ എൻ്റെ കൂടെ വരാൻ സമ്മതിക്കണില്ലെങ്കിൽ അതിൻ്റെ പേരിൽ എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകരുതെന്ന് പറയും. അപ്പോൾ അതെല്ലാം ഗ്യാരണ്ടി. അയാളുടെ ആ ഉടമ്പടിയുടെ ബലം അയാൾക്കറിയാം, ഉടമ്പടി ഫലിക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് എബ്രഹാം പറയും, ഇല്ല, അങ്ങനെ അവൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഉടമ്പടി ഇന്ന് റിലീവ്ഡാണ് എന്ന് പറയും. അപ്പോഴും എന്ത് ഉത്തരവാദിത്വത്തിന് ഇവർ രണ്ടുപേരും അത് ചെയ്യണമെന്ന് വെക്കുന്നത്? ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 24-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രാഹത്തിന് പ്രായമേറെയായി. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാന്യാനരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. എന്റെ നാട്ടിൽ വിഷയം എന്തെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആ സത്യം ചെയ്താൽ അവൻ ബൈൻഡഡ് ആണ്. അതാണ് ആ ഉടമ്പടിയുടെ എതിർ കക്ഷി എന്ന് പറയുന്നത്. അയാൾ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണ് പറയണത്. എന്താണ്? അയാളെ വിശ്വസിക്കുന്നു. എന്താണ്? കാനന്യയുടെ ദേശത്ത് നിന്ന് ഇസഹാക്കിന് വേണ്ടി പെണ്ണെടുക്കത്തില്ലെന്ന് ആ മനുഷ്യനെ കൊണ്ട് ആദ്യം സത്യം ചെയ്യിപ്പിക്കും. അദ്ദേഹം പാലിക്കും എന്ന് എബ്രഹാം അദ്ദേഹം വിശ്വസിക്കുന്നു. പക്ഷേ എബ്രഹാത്തിൻ്റെ വാക്കനുസരിച്ച് മാത്രമേ ചെയ്യത്തുള്ളെന്നും ഈ ഭൃത്യനും വിശ്വസിക്കുന്നുണ്ട്. അയാൾ അത് കേട്ടിട്ട് എബ്രഹാത്തിനോട് പറയുന്നൊരു വാക്ക് നോക്കിയേ. ഉൽപ്പത്തി 24:5. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ? അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും
എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. അതാണ് ബൈബിൾ മുഴുവനും പറയുന്നൊരു സംഭവം. എല്ലാ യാത്രയിലും ദൈവത്തിൻ്റെ ദൂതനെ അയക്കും. പക്ഷേ എന്താണെന്ന് ഒരു ശക്തമായ നിലപാടുണ്ട്. എന്താണ്? എന്ത് ജീവിത പങ്കാളി ഏതെങ്കിലും ഒരു പെണ്ണെ കെട്ടിയാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു ആണിനെ കെട്ടിയാൻ പറ്റത്തില്ല. അത് ഞാൻ വിട്ടുപോകുന്ന ഉപേക്ഷിച്ചു പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ തിരികെ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, ജീവിതത്തെ നീ കൊണ്ടുപോകരുത്. അതൊരു നിലപാടാണത്. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ വന്നവരെ അത് നഷ്ടപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ദൂതൻ ഇറങ്ങണത്. എന്താണ്? നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കി, നമ്മൾ കെട്ടിയിലേക്ക് കെട്ടത്തില്ല, പക്ഷെ എന്നാലും ദൈവത്തെ വിട്ട് നിൽക്കത്തില്ല എന്നൊരു നിലപാടില്ലേ, ആ നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോൾ എന്തു പറ്റും? ദൈവം തന്നെ ആ വിഷയത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കും. ഇത് ഈ വിഷയത്തിലല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. ഇപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണില്ലേ? അതായത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുണ്യം എനിക്ക് വേണ്ട എന്ന് ഒരു ദൈവ പൈതൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തില്ല. എന്താ കാര്യം? അവന് ഗ്യാരണ്ടി ദൈവം തന്നെയായിരിക്കും. ഇത് ആധ്യാത്മികതയുടെ അത് അടിസ്ഥാന ഘടകമാണിത്. നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അതേസമയം തന്നെ നമ്മൾ നിലപാടെടുക്കണം. എന്ത് നിലപാടെടുക്കേണ്ടത്? അതായത് ഞാൻ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ലോകജടികമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എൻ്റെ ദൈവത്തിന് നിരക്കാത്തൊരു കാര്യങ്ങളിലേക്ക് എനിക്ക് ആനുകൂല്യം അവതാരവും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മിക ജീവിതം ഒരു നിലപാടാണ്, ധൈര്യത്തോടുകൂടി നിലപാടാണ്. അപ്പോൾ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ റിസ്ക്കാണ്. എന്തുകൊണ്ടാണ്? ദൈവം ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ വിടും. എന്താ കാര്യം? നീ ഇങ്ങനെയുള്ള ആൾ ദൈവത്തിന് പ്രഷ്യസാണ്. അവൻ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നിർമ്മലനായി മാറുക എന്ന് പറയുന്നത് ഒരു നിലപാടുള്ള ജീവിതമാണ്. മുൻപ് കാലം കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലിപ്പിയർ 3:14 എടുത്തേ. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം. അപ്പം നോൻപ് അവസാനിക്കുന്ന കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നോൻപിൽ നേടിയെടുത്ത പുണ്യങ്ങളെ നോൻപ് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകരുത്. എബ്രഹാം അതാണ് പറയണത്. അവൾ ഈ നാട്ടിലേക്ക് വരാൻ വിസമ്മതിച്ചാലും ഞാൻ വിട്ടുപോകുന്ന ആ നാട്ടിലേക്ക് എൻ്റെ മകനെ നീ തിരികെ കൊണ്ടുപോകരുത്. ഇത് ഒരു നിശ്ചയദാർഢ്യമാണ്, ഒരു നിലപാടാണ്. ദൈവപൈതലായിട്ട് നിലനിൽക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹമുള്ളവനെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെ, ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാവും. അപ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട